വെൽക്കം ബാക്ക് ടു അപ്പൂസ് കിച്ചൺ. എല്ലാവർക്കും അപ്പൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത്തവണ ഗ്രേപ്സ് വെച്ചൊരു കിടിലൻ ഷേക്കാണ് കേട്ടോ. ഇതിനായി കറുത്ത മുന്തിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കിലോഗ്രാം മുന്തിരി വരും. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന കുരുവുള്ള മുന്തിരി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ധാരാളം മുന്തിരി ഉണ്ടാകുമ്പോൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ഷേക്ക് തയ്യാറാക്കുന്നത്. അതിനായി ആദ്യം തന്നെ മുന്തിരി നന്നായി കഴുകിയെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഈ മുന്തിരി മുങ്ങാൻ പാകത്തിൽ വെള്ളം എടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ഷേക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. അത് അധികം സാധനങ്ങളൊന്നുമില്ല. ഇത്തിരി മാതളം, പിന്നെ കുറച്ച് ചിയ സീഡ്സ് അല്ലെങ്കിൽ നമ്മുടെ കസ്കസ് ഏതെങ്കിലും ഒന്ന് റെഡിയാക്കി വെക്കാം. മുന്തിരി നന്നായി തിളച്ച് ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ ബൗളുകൾ എടുത്തിട്ട് ഈ മുന്തിരിച്ചാറ് ഇതിൻ്റെ സത്തടക്കം നമ്മൾ ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് തയ്യാറാക്കേണ്ട അളവിൽ മാത്രം ഷേക്ക് അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ബൗൾ ഓരോന്നായിട്ട് എടുത്താൽ മതിയാകും. ഐസാക്കാതെ വേണമെങ്കിലും നമുക്കിത് ഷേക്കാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇത് തിളപ്പിച്ച മുന്തിരി കുറച്ച് ചൂടാറിക്കഴിഞ്ഞ് സാധാരണ ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ നമുക്ക് തണുത്ത പാല് ചേർത്തിട്ട് ഷേക്കാക്കി എടുക്കാം. അതിനായി ഞാൻ പാലിൻ്റെ പാക്കറ്റ് ഐസാക്കിയിട്ടുണ്ട്. അങ്ങനെ കട്ടയായ പാലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടാണ് മിക്സിയിലേക്കിട്ട് പഞ്ചസാരയും ചേർത്ത് അടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ജ്യൂസ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിപ്പ വെച്ച് ഒഴിച്ചെടുക്കാം. അതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ചിയ സീഡ്സും മാതളവും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം. നല്ല കിടിലൻ ഷേക്കാണിത്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ ഷേക്ക് ആക്കുന്നില്ലെങ്കിൽ ഇത് നമ്മൾ ഈ പുഴുങ്ങി വെച്ച മുന്തിരിയുടെ പൾപ്പ് എടുത്തിട്ട് തണുത്ത വെള്ളവും പഞ്ചസാരയും ചേർത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും നല്ല കിടിലൻ ഗ്രേപ്പ് ജ്യൂസ് കിട്ടും. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു.